ചെയ്യുന്നു. കാരണം ഒരു സ്പെഷ്യൽ ആള് വരാൻ പോകുന്നുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടാ വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഞാൻ ടെലിസ്കോപ്പ് എടുത്തിട്ട് വരാം. വേണ്ടി വരും. കൂടെയൊക്കെ അതുപോലത്തെ ഒരാളാ വരുന്നത്. നമ്മുടെ യാമിക്കുട്ടി, വെൽക്കം. പിന്നെ എന്റെ വള എങ്ങനെയുണ്ട്? പിന്നെ എന്റെ ബോ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. എല്ലാം സൂപ്പർ. ഇതൊക്കെ ഞാൻ പുതിയത് മേടിച്ചു കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട് വള? സൂപ്പർ ആണല്ലോ. പിന്നെ എന്റെ ബോ എങ്ങനെയുണ്ട്? അടിപൊളിയാ. പിന്നെ എന്റെ കമ്മൽ എങ്ങനെയുണ്ട്? ഇതൊക്കെ സൂപ്പർ. ഇതൊക്കെ എവിടുന്ന് വാങ്ങിച്ചേ? ഇതൊക്കെ ഞാന് പുതിയതായിട്ട് വാങ്ങിച്ചാ. ഇത് മേടിച്ചതാ? അടിപൊളിയായിട്ടേ. എന്നാ ഞാൻ പോട്ടെ, പാടിയിട്ട് വരാം. താങ്ക് യു. എന്താ ഒരു നാണം, ഒരു മടി. ഇതാരെങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്നേ? ഇതൊരു കള്ളത്തരുള്ള പോലെ. വായോ എന്താ? വാ, വേം വാ. എന്തോ കയ്യിലുണ്ട് കേട്ടോ. കയ്യിലെന്തോ. യെസ് യെസ് യെസ്. യാമി, അത് ചെമ്പരത്തിയാണോ? മീനോട്ടി ചേച്ചി കൊടുക്കാനാ? അല്ല, മധുവങ്കളുടെ ചെവി എന്താ അത് കയ്യില് യാമിക്കുട്ടി? ചെമ്പരത്തി. ചെമ്പരത്തി. ഇത് ആർക്കാ ഇത്? ഇത് മീനൂട്ടിക്ക് പിന്നെ ജഡ്ജസിന്. ആ ചോദ്യം നമുക്ക് ആർക്ക് സേഫ് അല്ലായിരുന്നു. യാമിക്കുട്ടി, മീനോട്ടന്റെ ചെവിയിൽ വെച്ചു കൊടുത്തു ആ ചെമ്പരത്തി. ആദ്യം എംജെങ്ങളുടെ മൂത്തവർക്കാണ് ആദ്യം നമ്മൾ ഇവിടെ എന്ത് കൊണ്ടുവന്നാലും ചോക്ലേറ്റ് ഉൾപ്പെടെ നമ്മൾ അവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് മതി. യാമിക്കുട്ടി ഒന്ന് ചെവിയിൽ വെച്ചു. ആദ്യം ആർക്ക് വെക്കണം എന്നാ യാമിക്കുട്ടിക്ക് ആഗ്രഹം? കുട്ടികളുടെ ആഗ്രഹമാണ് മെയിൻ. കുഞ്ഞു ചെല്ല്. എന്നിട്ട് ഇവിടെ വന്നാ മതി കേട്ടോ. അയ്യോ അയ്യോ, ഭയങ്കര ഹൈറ്റ് ഉണ്ട് ആ സ്ഥലം. ഒരു കൊക്ക പോലെ അവർക്ക് തോന്നുന്നത്. സൂക്ഷിക്കണേ. ഇതിവിടെ ഇങ്ങനെ. ഇതാണ് കുണുക്കിട്ട കോഴി. അടുത്തത് കുളക്കോഴി. ഇത് കുന്നിൻ ചെരുവിലെ വൈറ്റാട്ടി. എല്ലാരും ആയി. ഇങ്ങനെ ഒരു ജഡ്ജിങ് പാനൽ ഇത് ചരിത്രത്തിൽ ആദ്യമായി. ചെമ്പരത്തി നമ്മുടെ വളരെ നല്ലൊരു പുഷ്പമാണ്. ഇനി മീനൂട്ടി കുഞ്ഞും വെക്കുന്നുണ്ടോ? വലത്തെ ചെവിയില് അങ്ങനെ അങ്ങനെ വെച്ചു. ആരെയും പറഞ്ഞു. ഇനി യാമിക്കുട്ടിയുടെ ചെവിയിൽ വെക്കണല്ലേ? വെച്ചു. പക്ഷെ ശരിക്കും ഇത് വെക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെച്ച് തരണോ? നന്നായിട്ട് ചേരണ്ട്. മധുവങ്ങളും ഒരേ ചേർച്ച. എന്ത് സ്പീഡിലാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഏതാണ് പാട്ട്? കുണുക്കിട്ട കോഴി. അതാരാ? കുണുക്കിട്ട കോഴി. കോഴി. കുളക്കോഴി. കുളക്കോഴി. അതാരത്? കോഴി. കോഴിയോ? സാറ്. അതല്ല, കൊച്ചിങ്ങനെ ആരാന്ന് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു. പാവാതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ. കുഞ്ഞു മനസ്സിൽ കള്ളമില്ല. അതെ, അവര് പറഞ്ഞ സത്യമാണ്. അപ്പൊ കുളക്കോഴിയോ? കുളക്കോഴിയോ? അതാരാ? ചേച്ചി. ഇനി കുന്നിൻ ചെരുവിലെ വൈറ്റാട്ടി അപ്പുറം ഇരിക്കുന്നത്. അടുത്ത് തന്നെ നിക്കണ്ട്. മധുവങ്കൾ ഉഷാറായി. ഇനി എന്റെ അത് വേറെ ആരെങ്കിലും ഇല്ലല്ലോ? കന്നി ചെമ്പരത്തി. അത് വേണം ഞാൻ ആയിക്കോളാം. ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? ഈ പാട്ടെന്റെ അമ്മ പഠിപ്പിച്ചാണോ? അമ്മ പാടൂ. പാടുവോ ചേച്ചി? പിന്നെ ഞാൻ പാടി കഴിഞ്ഞിട്ട് അടുത്ത എന്റെ അമ്മ പാടും. ഞങ്ങൾ നോക്കട്ടെ. അച്ഛൻ പാടൂ. അച്ഛൻ പാടും. എന്റെ വാവയും പാടും. എല്ലാരും പാടും. കുടുംബമായിട്ട് പാട്ടുകാരാ. എല്ലാരും പാട്ടുകാരാ. അതാണ്. ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് അറിയോ? അറിയാം. ഒന്ന് പറഞ്ഞേ.
പാടിയത് പി മാധുരി അമ്മ. ഓക്കെ. പിന്നെ സംഗീതം നൽകിയത് ജി ദേവരാജൻ മാഷ്. പിന്നെ ലിറിക്സ് എഴുതിയത് വയലാർ രാമാർണ. പിന്നെ വർഷം 1972. പിന്നെ സിനിമേന്റെ പേര് ചെമ്പരത്തി. അതാണ് ഈ ചെമ്പരത്തി അല്ലേ? യെസ്, അതാണ് ഈ ചെമ്പരത്തി. ചുമ്മാ അല്ല ചെമ്പരത്തി. എടുക്കണ്ട. എടുക്കരുത്, തിരിച്ചു വെച്ചോ. നൈസായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ അങ്ങനെ പാടില്ല. വെച്ചോ. അത് തന്നെയാണ് ഈ പൂവട്ടോ. വെച്ചോ. ചെമ്പരത്തി വെച്ചു. എനിക്ക് നല്ലൊരു പാട്ട് ഗിഫ്റ്റ് ഉണ്ട്. ശരി. ആ പാട്ട് ചലലല ത്രലല. ക്രോക്കഡീലോ കാപ്പച്ചീനോ ചിമ്പാൻസിനി ബനാനീനി അതല്ലേ? അതൊന്നും അറിഞ്ഞൂടല്ലോ നിങ്ങക്ക് രണ്ടാൾക്കും? എനിക്കറിയാം. കണ്ട, എനിക്ക് അതൊന്നും അറിയൊന്നുമില്ല, പക്ഷെ എന്റെ അനിയൻ കാണാറുണ്ട്. ആണല്ലേ? അതെ, അച്ഛൻ ഇപ്പൊ ദോശക്ക് കറിയൊക്കെ തരാറുണ്ടോ? അച്ഛൻ ഇപ്പൊ മീൻകറി അതായിരുന്നു. ദോശയ്ക്കോ? ഒരു കോമ്പിനേഷൻ ഇല്ലാണ്ടോ ചേട്ടൻ കറി കൊടുക്കണത്? പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുരിങ്ങാക്കോല് കറി. മുരിങ്ങാക്കോല് ദോശേന്റെ കൂടെ ആദ്യം മീൻകറി, പിന്നെ കുറച്ച് ദോശയുടെ അച്ചാറ്. ഇറച്ചി ചിക്കന്. ഇത് അത് ശരിയില്ല. പൊറോട്ട ഇഷ്ടമാണോ? പൊറോട്ട പിന്നെ കടലക്കറി. പൊറോട്ടയും കടലക്കറി ഇഷ്ടം. എല്ലാം കിടക്കണ തിരിഞ്ഞു പോയോ? പുട്ട് ഇഷ്ടമാ? പുട്ട്. പുട്ടും പിന്നെ എന്താ കറി? ഇന്ന് പുട്ടല്ല കഴിക്കുന്നത്, ഇന്ന് കഴിക്കണ നൂൽപുട്ട്. നൂൽപുട്ടിനോട് എന്താ കറി? മുരിങ്ങാക്കോല് കറി. മുരിങ്ങാക്കോലിന്റെ കറി. മുരിങ്ങാക്കോല്. മുരിങ്ങാക്കോല്. അതെ, ലേഡി ഫിംഗേഴ്സ്. ലേഡി ഫിംഗർ ആണല്ലേ മുരിങ്ങാക്കോല്? ഓക്കെ ഓക്കെ ഓക്കെ. പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചല്ലോ അല്ലേ? നല്ലോണം പാടണേ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോഴി കുളക്കോഴി കുന്നിൻ ചെരിവിലെ വെച്ചാട്ടി
യാമക്കുട്ടി ഇത്രയൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചേ? 16 വരികൾ. 16 വരി കാണാതെ പഠിച്ചിരിക്കുന്നു. അതെ അതെ. എത്ര ദിവസം എടുത്ത് ഇത് പഠിക്കാൻ? ഇത് പഠിക്കുന്നത് only 3 days. Only 3 days. You are a genius. അതെ. ഗ്രേറ്റ്. 3 days കൊണ്ട് ഇത്ര അധികം റിലിക്സ് പഠിക്കാന്ന് പറഞ്ഞാ ആ റിലിക്സ് ഇത്ര ഉള്ളിൽ കയറണ്ടേ? കുഞ്ഞല്ലേ? എന്റെ അമ്മയൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് പാട്ട് പഠിച്ചോളന്ന് പറഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ പോയി. അയ്യോ, ക്രൂരത. ക്രൂരത അല്ലെ? അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വേഗം വാലടിച്ചിട്ട് ഹെഡ്സെറ്റ് എടുത്തിട്ട് കൊറേ പാടി പഠിച്ചു. ആണല്ലേ? എന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് ചെറിയതായിട്ടും തെറ്റിപ്പോയി പാടുമ്പോൾ. എന്നിട്ട് സ്റ്റേജ് വന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് തെറ്റിച്ചു. ശരിയായല്ലോ. അത് സാരമില്ല. മേൽമുണ്ട് മുകളിൽ അതല്ലേ? മേൽമുണ്ട് മുകളിൽ അത് മനസ്സിലായത് പോലും ഇല്ല, അറിഞ്ഞു പോലും ഇല്ല. നീ കേട്ടോ എന്നൊക്കെ പാടില്ലേ മധു? അതെ. ആ ഓ ഞാൻ ഇവിടെ കേട്ടു. പിന്നെ തെയ്യാരെ എന്നുള്ള സംഗതി ഇല്ലേ? അതെങ്ങനെ തെയ്യാരെങ്ങനെ? തെയ്യാരേ തെയ്യാരേ സൂപ്പർ 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 സൂപ്പർ. മിടുക്കി. അതെ. നീ കേട്ടോ എന്നുള്ളത് മീൻകുട്ടിയുടേതാണോ ചോദിച്ചത്? ആണോ? നീ കേട്ടോ നീ കേട്ടോ. ആ അതാണ്. പിന്നെന്താണ് കളിപ്പാങ്കുളങ്ങരെ അല്ലേ? കളിപ്പാൻ കുളങ്ങരെ കടിഞ്ഞൂൽ പെറ്റു കന്നിച്ചെമ്പരത്തി. നോക്ക് യാമിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കണം നമ്മള്. യാമി കംപ്ലീറ്റ് റിലിക്സ് പഠിക്കണം. യാമി കംപ്ലീറ്റ് മ്യൂസിക് പഠിക്കണം, ട്യൂൺ പഠിക്കണം. പിന്നെ ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടണം. എന്നിട്ട് അമ്മയാണെങ്കിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. എന്നിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് മൊത്തം പഠിക്കണം. പോരാത്തിനാകെയുള്ള ഭക്ഷണം ദോശയും മുരിങ്ങയ്ക്ക്. ഹെഡ്ഫോൺ അല്ല, തെറ്റാണേ. ഹെഡ്സെറ്റ്. അതാണെങ്കിൽ വയലാർ രാമവർമ്മ സാറിന്റെ വരികൾ. അതെ, വളരെ ഓർമ്മയുണ്ടോ? വയലാർ രാമവർമ്മ. പിന്നെ സംഗീതം അതാരാ? അത് ലിറിക്സ് എഴുതിയതാ. ലിറിക്സ് എഴുതിയതാണോ? വയലാർ രാമവർമ്മ. എവിടെയാണ് പുള്ളിക്കാരൻ? എവിടെ താമസിക്കുന്നു? വീട്ടിൽ താമസിക്കുന്നു. ഏത് വീട്ടില്? എവിടെ? എന്റെ ഉടുപ്പാ. ഏത് വീട്ടില്? ആ വീട്ടിലാണോ? വയലാർ രാമവർമ്മൻ വർണ്ണ താമസിക്കുന്നത്. അപ്പൊ മ്യൂസിക് ഇതാരെന്ന് പറഞ്ഞു? ജി ദേവരാജൻ മാഷ്. ആ മാഷ് എവിടെ താമസിക്കുന്നു? വീട്ടില്. ആരുടെ വീട്ടില്? എല്ലാരും ഉണ്ട് വീട്ടില്. എല്ലാരും. അപ്പൊ മാധുരിയമ്മയോ? ആ അമ്മ എവിടെ താമസിക്കുന്നത്? ഉണ്ടോ? ഇത് 1972 യാമിക്കുട്ടിയുടെ വീട്ടിൽ വെച്ച് കമ്പോസ് ചെയ്ത പാട്ടാണ് കുണുക്കിട്ട കോഴി കുളക്കോഴി. നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാരും ഉണ്ട് യാമിക്കുട്ടിയുടെ വീട്ടിൽ. അവിടെ എന്തായാലും മിടുക്കിയ. അപ്പൊ മിടുക്കിമാർക്ക് നമ്മൾ ഇവിടുന്ന് എന്ത് കൊടുക്കും? എന്ത് മഴ വരും? ഡെയിലി മിൽക്ക് മഴ. ഏതാ? ഡെയിലി മിൽക്ക്. അതെ. ഓക്കെ, യാമിക്കുട്ടിക്ക് പോരട്ടെ ഒരു മധുര മഴ. ചെന്നോ കൊണ്ടോ പിടിക്കാം. ഈ ചെമ്പരത്തി ചെവിന്ന് എടുത്തോട്ടെ യാമിക്കുട്ടി. ചെമ്പരത്തി യാമിക്കുട്ടി. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം. The number you're trying to reach is currently busy. Please try again later. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി വീണ്ടും വിളിക്കുക. आपके द्वारा डायल किया गया नंबर अभी व्यस्त है. कृपया कुछ समय पश्चात प्रयास करें. ചേച്ചിയായിരുന്നു മുന്നേ ചെയ്തോണ്ടിരുന്നത്. ഒരാഴ്ച പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പറയണത്. എംജിദാർ വിളിച്ചാൽ എടുക്കാറേ ഇല്ല. അതുകൊണ്ട് കേട്ട് പഠിച്ചു വന്നു. 2 3 ഡയലി മിൽക്ക് തീർന്നോ? 4 5 6 7 8 9 എടാ നോക്കുമ്പോ 10 കഴിഞ്ഞു. ഡയലി മിൽക്ക് കിട്ടിയാ? കിട്ടി. വേറെ ഇപ്പുറത്തും കിടക്കണ്ട താഴെ ഇവിടെ. ആണോ? എന്നാ ബൈ. ഓ ബൈ ഒന്നും ഇല്ലേ? ബൈ ചേച്ചി.